ശ്രീമന്നാരായണന്റെ കർമ്മ പദ്ധതിയായ വൃക്ഷപരിപാലന യജ്ഞത്തിന് തുടക്കം കുറിച്ചു. യജ്ഞത്തിന്റെ ഭാഗമായി തൈകളുമായി വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന വാഹനം സാഹിത്യകാരൻ സേതു ഫ്ലാഗ് ഓഫ് ചെയ്തു. പ്രകൃതിയെയും പരിസ്ഥിതിയെയും കൂടുതൽ അറിയുന്നതിനും സംരക്ഷിക്കുന്നതിനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രകൃതിയെയും പരിസ്ഥിതിയെയും കൂടുതൽ അറിയുന്നതിനും സംരക്ഷിക്കുന്നതിനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ശ്രീമന്നാരായണന്റെ കർമ്മ പദ്ധതിയായ വൃക്ഷപരിപാലന യജ്ഞത്തിനാണ് തുടക്കം കുറിച്ചത്. സാഹിത്യകാരൻ സേതുവിന്റെ വീട്ടിൽ നടന്ന ചടങ്ങിൽ തൈകളുമായി വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന വാഹനം അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്തു. അപ്പോൾ അത് ഒരു ചടങ്ങായി മാറ്റാതെ ഇതിന് ചുമതലപ്പെട്ട ഒരാളെ ഏൽപ്പിക്കുക, ഓരോ വൃക്ഷത്തിനും ഓരോ കുട്ടിയെ ഏൽപ്പിക്കുക. അപ്പോൾ അത് ആ കുട്ടിയുടെ ചുമതലയാകുക. ഇത് നടലല്ല, പരിപാലിക്കാണ് പ്രധാനം. പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. 10 ഫലവൃക്ഷ തൈകളും ഒരു ആര്യവേപ്പും വീതം ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ നടുന്നതിനായി 100 സ്കൂളുകളിൽ എത്തിച്ചു കൊടുക്കും. ഓരോ വർഷവും നിരീക്ഷണം നടത്തി ഏറ്റവും നന്നായി തൈകൾ പരിപാലിക്കുന്ന സ്കൂളിന് 15,000 രൂപയുടെ ഗാന്ധി സാഹിത്യകൃതികൾ സമ്മാനമായി നൽകും. കഴിഞ്ഞ 8 വൃക്ഷയജ്ഞങ്ങളിലായി 4 ലക്ഷം വൃക്ഷത്തൈകൾ സംസ്ഥാനത്ത് ശ്രീമന്നാരായണൻ വിതരണം ചെയ്തിട്ടുണ്ട്. ചടങ്ങിൽ ശശിധരൻ കല്ലേരി, VK ഷാനവാസ്, ഡോക്ടർ സുന്ദരം വേലായുധൻ, KS പ്രകാശ്, OB ലീന, CB അഗസ്റ്റിൻ, PH സാബു, മുഹമ്മദ് അലി, KJ സെബാസ്റ്റ്യൻ, HC രവീന്ദ്രൻ, അമൃത പ്രീതം, ബാബുരാജ് ഹരിശ്രീ, KP മുകുന്ദൻ, ജ്യോതി ഗോപകുമാർ, VS നീലകണ്ഠൻ, രവി നായർ, സന്തോഷ് ആലുവ, P സജീവ്, മോഹനൻ പുന്നേലി, സജീവൻ തത്തയിൽ, NR ഹരീന്ദ്രൻ നായർ, E സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഓരോ സ്കൂളിലും തിരഞ്ഞെടുത്ത ഒരു 100 സ്കൂളും ആദ്യമായിട്ട് ആ സ്കൂളുകളിൽ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ നട്ട് പരിപാലിച്ച് വളർത്തുന്നതിന് വേണ്ടി 10 ഫലവൃക്ഷ തൈകളും ഒരു ആര്യപ്പും വീതം എത്തിക്കുകയാണ്. ഒരു വർഷം കഴിഞ്ഞാൽ ഓരോ സ്കൂളിലും നിരീക്ഷണം നടത്തും. അതിൻ്റെ പരിപാലനം എങ്ങനെയുണ്ട്, അതിൻ്റെ അതിജീവനം എങ്ങനെയുണ്ട്, എല്ലാ തൈകളും വളർന്നോ, എന്തോരമായി, അതിൻ്റെ പരിചരണം നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ, ഇതെല്ലാം നിരീക്ഷിക്കാനായിട്ട് നമ്മൾ എല്ലാ സ്കൂളുകളിലും പോകും. അങ്ങനെ ഏറ്റവും മികച്ച പരിപാലനം നടത്തുന്നവർക്ക് നമ്മൾ 15,000 രൂപയുടെ ഗാന്ധി സാഹിത്യ കൃതികൾ ഓരോ വർഷവും നൽകും. ന്യൂസ് ബ്യൂറോ, ആലുവ. Bharathamata College of Commerce and Arts, Chundi, Aluva is a project of the Archdiocese of Ernakulam and Kamali. We offer BCom, BCA, BBA, BSW courses.